നമുക്ക് ഹോർമുസ് കടലിടുക്കിലേക്ക് തന്നെ പോകണം. അവിടെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഈ ആക്രമണം നടത്തിയത്. കപ്പലുകൾ കത്തി എന്നും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. നമുക്കറിയാം, ഇറാൻ നിശ്ചയിച്ച പാതയിലൂടെ അല്ലാതെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണോ ഈ ആക്രമണം എന്നുള്ളത് കാണണം. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വേഗം ഒന്ന് പ്രേക്ഷകർക്കായി കാണിക്കാം. വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ആ ദൃശ്യങ്ങളിലേക്ക് സംഭവവികാസങ്ങൾ ലോകത്തുണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിലേക്ക് വരാം. ആദ്യം വി ആർ കാർത്തിക് വിവരങ്ങൾ പങ്കുവെക്കും. കാർത്തിക്, നമുക്ക് ഹോർമുസിലേക്ക് ഒന്ന് പോകണം. അവിടെ വീണ്ടും ഈ ആക്രമണങ്ങൾ സംഭവിക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? എന്തെങ്കിലും വിശദീകരണം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ടോ? രഞ്ജിത്ത്, സമാധാന ധാരണാപത്രം ഒപ്പിട്ട് 3 ആഴ്ച പിന്നിടുമ്പോഴും ഹോർമുസ് കടലിടുക്കിൽ ആശങ്ക ഒഴിയുന്നില്ല എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഇന്നലെ രാത്രിയും 2 കപ്പലുകൾക്ക് നേരെ, വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം ഉണ്ടായി. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ആണ് ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. 2 വാണിജ്യ കപ്പലുകൾക്ക് മേലും ചെറു മിസൈലുകൾ പതിക്കുകയായിരുന്നു. ഈ മിസൈലുകൾ പതിച്ച ശേഷം ഈ കപ്പലുകൾക്ക് തീപിടിച്ചു. ആളപായം ഇല്ല, പക്ഷേ കപ്പലുകൾക്ക് നാശനഷ്ടം ഉണ്ട്. ഇത് വലിയ തോതിൽ ആശങ്ക ഉളവാക്കുന്നു. US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇതിനെ ശക്തമായി മറുപടി നൽകും അമേരിക്ക എന്നതാണ്. അതായത് ഒരു പ്രത്യാക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ദോഹ ചർച്ചകളും കാര്യമായ പുരോഗതിയില്ലാതെ അവസാനിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, ഇത്തരത്തിൽ ഹോർമുസ് കടലിടുക്കിൽ ൂടെയുള്ള കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത്, അതിനായി ഇറാന്റെ ഒരു വെർഷൻ എന്ന് പറയുന്നത്, ഇറാൻ നിശ്ചയിച്ച പാതയിലൂടെ അല്ലാതെ പോകുന്ന കപ്പലുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നത് എന്നാണ്. പക്ഷേ US സെൻട്രൽ കമാൻഡ് എന്ത് തരത്തിലുള്ള പ്രതികരണങ്ങൾ വരും മണിക്കൂറിൽ നടത്തും എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇറാൻ തീരത്ത് ഇത്തരത്തിൽ ഹോർമുസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഒമാൻ തീരത്ത് നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ അകലെ, ഒമാനിലെ ലിമ തീരത്ത് നിന്ന് ഏതാണ്ട് കിഴക്ക് 8 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. കപ്പലുകൾക്ക് കേടുപാടുണ്ട്. എന്നാൽ US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ മറ്റ് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. അത് വരും മണിക്കൂറുകളിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും വലിയ തോതിലുള്ള മുന്നറിയിപ്പുകൾ ഈ കപ്പലുകളെ ആക്രമിച്ച പശ്ചാത്തലത്തിൽ നൽകുന്നുണ്ട്. കപ്പലുകൾ ജാഗ്രതയോടെ സഞ്ചരിക്കണമെന്നും സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ, ഇവരാണ് കപ്പലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നത്. ഇവരെ അറിയിക്കണം എന്നും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ആശങ്കാജനകമായ തോതിലേക്ക് തന്നെയാണ് ഹോർമുസിലെ കാര്യങ്ങൾ വീണ്ടും എത്തുന്നത്. തീർച്ചയായും പ്രധാനപ്പെട്ട സാഹചര്യമാണ്. ഹോർമുസിൽ വീണ്ടും ആശങ്ക പടരുന്ന പശ്ചാത്തലമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.